Hello everyone, this is Mohammad Shaju from Xylem Learning. Today we are going to discuss the chapter Conceptual Fruit. Conceptual Fruit എന്ന് പറയുന്ന തെയ്സ ഫ്രാങ്ക് എഴുതിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നേരെ ചാപ്റ്ററിലേക്ക് വരാം. കോൺസെപ്ച്വൽ ഫ്രൂട്ട് ബൈ തെയ്സ ഫ്രാങ്ക്. അത് രജിസ്റ്റർ ചെയ്യണം. തെയ്സ ഫ്രാങ്ക് എന്നാണ് നമ്മുടെ ഓഥറിന്റെ പേര്. ഓക്കെ, തെയ്സ ഫ്രാങ്ക് ഈസ് എ ടച്ചിങ് സ്റ്റോറി, ഹൃദയസ്പർശിയായ സ്റ്റോറിയാണ് ഓഫ് എ ഡിഫറെന്റ്ലി ഏബിൾഡ് ഗേൾ. ആരാണ് ഡിഫറെന്റ്ലി ഏബിൾഡ് ഗേൾ എന്ന് പറഞ്ഞാൽ നോർമൽ ഫംഗ്ഷനിങ് ഓഫ് ദ ഫിസിക്കോ മെന്റൽ, ഇങ്ങനെ ഫിസിക്കലോ മെന്റലോ ആയിട്ടുള്ള നോർമൽ ഫംഗ്ഷനിങ് അല്ലാത്ത ഭിന്നശേഷിക്കാരെന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ലേ, അവരാണ് നമ്മൾ ഈ ഡിഫറെന്റ്ലി ഏബിൾഡ് എന്ന് പറയാം. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഗ്രറ്റ എന്ന് പറയുന്ന പെൺകുട്ടിയുടെയും അവരുടെ കുടുംബത്തിന്റെയുമാണ് ഈ കഥ. ഓക്കെ, ദ സ്റ്റോറി ഷോസ് ഹൗ ടെക്നോളജി ക്യാൻ ബിക്കം എൻ എനേബിളർ ആൻഡ് ലെവലർ ബൈ ഗിവിംഗ് എ ഹെൽപ്പിംഗ് ഹാൻഡ് ടു സച്ച് പീപ്പിൾ. ഇത്തരക്കാരായിട്ടുള്ള ഭിന്നശേഷിക്കാർക്ക്, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ ടെക്നോളജി, ഇന്ന് ആധുനിക ടെക്നോളജി എത്രത്തോളം സഹായിക്കുന്നുണ്ട്, അവരെ ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ എത്രത്തോളം സഹായിക്കുന്നു എന്നതാണ് ഈ ഒരു ചാപ്റ്റർ കാണിച്ചു തരുന്നത്. It shows the human face of technology that helps a young girl to shape the world around her. തൊട്ടടുത്തുള്ള അവൾക്ക് ചുറ്റിലുമുള്ള ലോകത്തെ, ഗ്രറ്റ എന്ന് പറയുന്ന പെൺകുട്ടിക്ക്, ഈ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള പെൺകുട്ടിക്ക് അവളുടെ ചുറ്റിലുമുള്ള ലോകത്തെ എങ്ങനെ ഡിസൈൻ ചെയ്യാം, ഓക്കെ, അവൾക്കനുസരിച്ച രീതിയിൽ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്ന ഒരു ടെക്നോളജിയുടെ സാധ്യത കാണിച്ചു തരാണ് ഈ ഒരു ചാപ്റ്റർ. നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. ഗ്രറ്റാസ് ഫാദർ ഇസ് കൺസേൺഡ് അബൌട്ട് എ ഫ്യൂച്ചർ. മറ്റാരെക്കാളും ഗ്രറ്റയുടെ പിതാവിന് അല്ലെ വളരെ കൺസേൺഡ് ആണ്. അദ്ദേഹം വല്ലാതെ ആശങ്കയുണ്ട് അദ്ദേഹത്തിന് ആരുടെ ഭാവിയെ കുറിച്ചിട്ട്, തന്റെ മകളായിട്ടുള്ള ഗ്രറ്റയുടെ ഭാവിയെ കുറിച്ചിട്ട്. ഏതൊരച്ഛനും തന്റെ മക്കളുടെ ഭാവിയെ കുറിച്ചിട്ട് ആശങ്കകൾ ഉണ്ടാവും അല്ലെ. പ്രത്യേകിച്ചും ഇങ്ങനെ ഡിഫറെന്റ്ലി ഏബിൾഡ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടെ കോൺഷ്യസ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ അവർ കൺസേൺഡ് ആയിരിക്കും അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് അല്ലെ. വെൻ ഹി ഡിസ്കവേഴ്സ് ദാറ്റ് there are virtual places on the internet where people can realize their dreams. അദ്ദേഹം ഒരു കാര്യം ഒരു ദിവസം മനസ്സിലാക്കി, ആരോ പറഞ്ഞിട്ടായിരിക്കണം അല്ലെ, നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്യാൻ, വീടുകൾ സെറ്റ് ചെയ്യാൻ, നഗരങ്ങൾ സെറ്റ് ചെയ്യാൻ, റൂമുകൾ സെറ്റ് ചെയ്യാനൊക്കെ കഴിയുന്ന പ്ലേസസ് അല്ലെങ്കിൽ വെർച്വൽ മീഡിയ ഉണ്ട്, അല്ലെങ്കിൽ പ്രോഗ്രാം ഉണ്ട് ഇന്റർനെറ്റിൽ എന്ന് അദ്ദേഹം മനസ്സിലാക്കിയപ്പോൾ തന്റെ ഫാമിലിയുടെ മുമ്പിൽ വന്നിട്ട്, തീന്മേശയുടെ മുമ്പിൽ നിന്നിട്ട് അദ്ദേഹം ഡിസ്കസ് ചെയ്യാണ്. മകളുണ്ട്, ഭാര്യയുണ്ട്, മകനും ഉണ്ടായിരിക്കുന്നു. ഓക്കെ, ശരിക്കും മൂപ്പര് ടാർഗറ്റ് ചെയ്യുന്നത് ആരെയാണ്? മകളെയാണ്. മകൾക്ക് ഒരു എന്റർടൈൻമെന്റ് ആവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്, പറഞ്ഞു നോക്കുന്നത്. the family is not interested. The family is not so excited. ആ കേൾക്കുന്ന സമയത്ത് ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, മകനൊന്നും ഒരു പുച്ഛമാണ്. കാരണം മകൻ ഈ ഗ്രറ്റയേക്കാളും ഇളയതാണ്, പക്ഷെ അവന് കുറെ നല്ലതായിട്ട് കമ്പ്യൂട്ടറിനെ കുറിച്ചൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് അവന് ഇറ്റ്സ് ഓൾ പോസിബിൾ ഡാറ്റ് എന്ന രീതിയിലാണ് അവൾ ഇരിക്കുന്നത്. ഓക്കെ, അവനിപ്പോൾ അവന്റെ ലൈഫ് മുഴുവൻ കരാട്ടയ്ക്കാണ് ഡിവോട്ട് ചെയ്തിരിക്കുന്നത്. ഒരു വലിയ കരാട്ട മാസ്റ്റർ ആവണമെന്നാണ് അവൻ്റെ ആഗ്രഹം. അപ്പൊ അവന് തീരെ താല്പര്യമില്ല. അമ്മയ്ക്കാണെങ്കിലും താല്പര്യമില്ല ഇതൊന്നും കേൾക്കാം. കാരണം ദ മദർ ഇസ് ടയർഡ് ആഫ്റ്റർ വർക്കിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദ കമ്പ്യൂട്ടർ ദ ഹോൾ ഡേ. ദിവസം മുഴുവനും കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് ജോലി ചെയ്ത് വന്നിട്ട് ഇനിയും കമ്പ്യൂട്ടറിനെ കുറിച്ച് പറയാൻ എനിക്ക് താല്പര്യമില്ല എന്ന അർത്ഥത്തിലാണ് അമ്മ ഇരിക്കുന്നത്. ഓക്കെ, ദ ബ്രദർ ഓൾറെഡി നോസ് എവറിത്തിങ് അബൌട്ട് ഇറ്റ് ആൻഡ് ഹാസ് ഗോൺ പാസ്റ്റ് ഇറ്റ്. അതൊക്കെ അവന്റെ കാലമൊക്കെ കഴിഞ്ഞു. അതിനെ പറ്റിയിട്ടുള്ള എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടാവുന്ന ഒരു കാലം അവൻ്റെത് കഴിഞ്ഞിരിക്കുന്നു. സിറ്റിംഗ് വിത്ത് ഗ്രറ്റ, ദ ഫാദർ ക്രിയേറ്റ്സ് എ ഹൗസ്. ഗ്രറ്റയെ വിളിച്ചുകൊണ്ടുവന്നിട്ട്, ഗ്രറ്റയ്ക്ക് കാണണമെന്ന് പറഞ്ഞു. അപ്പൊ ഗ്രറ്റയെ വിളിച്ചുകൊണ്ടുവന്നിട്ട് ഫാദർ എന്ത് ചെയ്യണം? കമ്പ്യൂട്ടറിന് മുമ്പിലിരിക്കുകയാണ്. ദ ഫാദർ ക്രിയേറ്റ്സ് എ ഹൗസ് വിത്ത് മെനി റൂംസ്. ഒരുപാട് മുറികളുള്ള, ഓക്കെ, സങ്കല്പത്തിലുള്ള ഒരുപാട് മുറികളുള്ള ഒരു വീട് അദ്ദേഹം ഈ ഒരു പ്രോഗ്രാമിൽ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുകയാണ്. ആൻഡ് ഫ്രൂട്ട്സ് ഓൺ ദ ടേബിൾസ്. ആ ഓരോ മുറിക്കകത്തും ഓരോ കൂടെ നിറച്ച് എന്തുണ്ട്? ഫ്രൂട്ട്സും ഉണ്ട് ഗ്രറ്റയുടെ ആവശ്യപ്രകാരം. ബട്ട് ഗ്രറ്റ റിയലി ഡസന്റ് ഗെറ്റ് ദ ഐഡിയ. പക്ഷെ ഗ്രറ്റയ്ക്ക് മനസ്സിലാവില്ല എന്ത്. ഷീ ഇസ് എക്സ്പെക്ടിങ് റിയൽ ഫ്രൂട്ട്സ്. അവൾ ആഗ്രഹിക്കുന്നത് റിയൽ ഫ്രൂട്ട്സ് ആണ്, പക്ഷെ അതിൽ തെളിഞ്ഞു വരുന്ന ചിത്രങ്ങൾ മാത്രമാണ്. ബട്ട് ഷീ ഗെറ്റ്സ് ഓൺലി ദ പിക്ചേഴ്സ് ഓഫ് ദ ഫ്രൂട്ട്സ് ഓൺ ദ കമ്പ്യൂട്ടർ. സൂൺ ഷീ സ്പ്ലിറ്റ്സ് ഔട്ട് her chair and joins her mother in the garden. പെട്ടെന്ന് അവൾ എണീറ്റ് പോയിട്ട് എന്ത് ചെയ്യുന്നു, അവൾക്ക് ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടു പോവാണ്. കാരണം അവൾ ചോദിക്കുന്നുണ്ട്, നമുക്ക് ഇത് തൊടാനോ അല്ലെങ്കിൽ അനുഭവിക്കാനോ ഒന്നും പറ്റുന്നില്ല അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എവിടെയുള്ളത്? വെർച്വൽ മീഡിയ എന്ന് വെച്ചാൽ വെർച്വൽ മീഡിയ എന്ന് പറയുന്നത് എന്തല്ല, റിയൽ അല്ല. റിയൽ ലൈഫുമായിട്ട് അതിന് ഒരുപാട് വ്യത്യാസമുണ്ട് എന്ന ഒരു കാര്യത്തിലേക്കാണ്, അല്ലെങ്കിൽ ആ ഒരു പോയിന്റിലേക്കാണ് നമ്മുടെ ഈ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയ ഗ്രത്ത പോലും എത്തുന്നത്. ഓക്കെ, അങ്ങനെ ഈ ഗ്രത്ത എന്ത് ചെയ്യാണ്? അമ്മയുടെ അടുത്തേക്ക് ഗാർഡനിലേക്ക് പോവുകയാണ്. എന്തിന്? റിയൽ ഫ്രൂട്ട്സ് പറിക്കുന്നുണ്ട് അമ്മ. ചെറീസ് പറിക്കുന്നുണ്ട്, ബെറീസ് പറിക്കുന്നുണ്ട്. ആ ബെറീസ് പറിക്കാൻ വേണ്ടി അവള് അമ്മയെ കൂടാണ്. Her father thinks about the group house where she will have to live in future. അച്ഛൻ ആശങ്കയിലാണ്. എന്താ, അവള് ഒറ്റയ്ക്കൊരു വീട്ടിൽ നിൽക്കാൻ കഴിയില്ല, കാരണം ഇങ്ങനെയുള്ള കുട്ടിയല്ലേ. അപ്പൊ അതുകൊണ്ട് അവള് ഒരു ഗ്രൂപ്പ് ഹൗസിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക ഫ്യൂച്ചറിൽ. He hopes that the house would be large and to her liking. അവൾക്ക് ഇഷ്ടമുള്ള
ഒരു വീടായിരിക്കണം, അത് കുറച്ച് വലിപ്പമുള്ളതായിരിക്കണം എന്നൊക്കെ അദ്ദേഹം ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്നിട്ട് ആഗ്രഹിക്കുകയാണ്. ഹി ഹോപ്സ് ദാറ്റ് ദർ വുഡ് ബി എവറിത്തിങ് ഗ്രേറ്റ് വാണ്ടഡ്. എൻ്റെ മകൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടാവണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിക്കും കാണിക്കുന്ന ഈ സ്റ്റോറിക്കകത്ത് കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഈ ഫാദറിൻ്റെ ഒരു കൺസേൺ തന്നെയാണ്. ഫാദർ ഈ ഒരു ഐഡിയ ആയിട്ട് വരുന്നു, മകൾക്ക് എന്താ പറയുക, തനിക്ക് നിർമ്മിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു വീടിനെ കുറിച്ച്, വലിയൊരു വീടിനെ കുറിച്ചിട്ട് അദ്ദേഹം സങ്കല്പത്തിലാണെങ്കിൽ പോലും അത് കാണിച്ചു കൊടുക്കുന്നു. അവളുടെ ആഗ്രഹപ്രകാരമുള്ള കേർട്ടൻസ്, വൈറ്റ് കേർട്ടൻസ് ആണ് അവൾ പറയുന്നത്. എല്ലാ ഡോഴ്സിലും വിൻഡോസിലും ഒക്കെ വൈറ്റ് കേർട്ടൻസ് ഇടണം. അതുപോലെ തന്നെ എല്ലാ മുറിയിലും പീച്ചസ് ഉണ്ടാവണം, ലിറ്റോസ് ഉണ്ടാവണം, ആ ഫ്രൂട്ട്സ് ഈ കൊട്ടയിൽ ഉണ്ടാവണം എന്നൊക്കെ അവൾ ആഗ്രഹം പറയുന്നുണ്ട്. പക്ഷേ വെൻ ഹി റിയലൈസസ് ദാറ്റ് ദിസ് ഇസ് നോട്ട് റിയൽ, ദാറ്റ് വി കനോട്ട് ഈറ്റ് ഇറ്റ്, അല്ലേ, നമുക്ക് തൊടാനോ ഈ കഴിക്കാനൊന്നും കഴിയാത്തതാണെന്ന് അവൾ മനസ്സിലാക്കുമ്പോൾ അവൾ പതുക്കെ അവളുടെ ഇൻട്രസ്റ്റ് പോയിട്ട് എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് അമ്മയുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കുഞ്ഞു കഥ. ഓക്കെ, അപ്പോൾ ഇതേക്കുറിച്ചിട്ട് നിങ്ങൾക്ക് വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. നമുക്ക് പാരഗ്രാഫ് വന്നിട്ട് ചോദ്യങ്ങളോ അങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ജനറൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിനടുത്തും ഉണ്ടാവുക. സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.